ദേവൂട്ടി എന്തെടുക്ക ഇരിക്ക. ദേവിക്ക് ചാർത്താനുള്ള മാല കെട്ടുകയാണല്ലേ? അതെ, ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ കിഷൻ വിളിച്ചിരുന്നു. നിന്നെ കാണണോന്ന് പറഞ്ഞ് അവൻ വീഡിയോ കോള് വിളിച്ചിരുന്നു. കിഷൻ വീഡിയോ കോള് വിളിച്ചപ്പോ അംബിക ഉണ്ടായിരുന്നു. അവക്ക് അവനോട് സംസാരിക്കണോന്ന് പറഞ്ഞു. ആരും ഇല്ലാതിരുന്ന അവർക്ക് കുറെ കാലം അവനല്ലായിരുന്നു ആശ്രയം. അംബിയയ്ക്ക് നീയും കിഷനും മക്കളെ പോലെയല്ലേ? അതെ, ഞാൻ ഫോൺ അവർക്ക് കൊടുത്തിട്ടാ പോന്നത്. പോലീസ് വന്ന കാര്യം അംബിക കിഷനോട് പറയുമെന്നോ? അയ്യോ, ഞാനത് ഓർത്തില്ല മോളെ. എന്റെ മോനെ, മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്ര ദേവൂട്ടി ആ പോലീസ് കേസിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കില് അവളെ കള്ളക്കേസിൽ കുടുക്കി ഇവരെല്ലാവരും കൂടി ജയിലിലാക്കിയേനെ. അവരിത്രയും ചീപ്പായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ ആയി പോയല്ലോ. സന്ദീപേടന്റെ അമ്മയായി പോയി. അല്ലെങ്കിൽ അന്നേ ഞാൻ അവർക്കുള്ള മറുപടി കൊടുത്തേനെ. ഇതൊക്കെ സന്ദീപേട അറിഞ്ഞു അംബികാമേ? ഇല്ല മോനെ, ദേവൂട്ടി ഇതൊന്നും ഒരിക്കലും സന്ദീപിനെ അറിയിക്കില്ല. അവളുടെ സ്വഭാവം നിനക്ക് അറിയാലോ. അതാണ് ദേവൂട്ടി ചേച്ചിയുടെ പ്രശ്നം. ആരെയും ഒന്നും അറിയിക്കാതെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി സങ്കടപ്പെട്ട് നടക്കും. ഇതൊക്കെ സന്ദീപേടനോട് തുറന്നു പറയണം അംബികാമേ. സ്വന്തം ഭാര്യ ആ വീട്ടില് ഇങ്ങനൊരു അവസ്ഥയിലാണ് ജീവിക്കുന്നതെന്നുള്ളത്. ആരാ കിഷൻ? അംബികാമേ, സന്ദീപേട്ടന്റെ മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യാം. മോനെ, നീയേ ദേവൂട്ടിക്ക് വേണ്ടി മൂകാംബികയിൽ ഒരു കുങ്കുമാർച്ചന നടത്തണം. അവളെ രക്ഷിക്കാൻ ഇനി സാക്ഷാൽ മൂകാംബിക അമ്മയ്ക്ക് കഴിയും. വഴിപാടൊക്കെ ഞാൻ ചെയ്തോളാം അംബികാമേ. എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടത് ആ അമ്മയുടെ മണ്ണിൽ വെച്ച്, അതേ മണ്ണിൽ വെച്ച് തന്നെ അവളുടെ സന്തോഷവും പോയി കിട്ടിയല്ലോ മോനെ. അത് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. കള്ളക്കേസ് കൊടുത്ത് പോലീസിൽ പിടിപ്പിക്കാൻ നോക്കിയവര് ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് ആര് കണ്ടു? ദേവൂട്ടി വന്നു, ഞാൻ അവൾക്ക് കൊടുക്കാവേ. ദേവൂട്ടേച്ചി, അവിടെ എന്താ കുഴപ്പം? ചേച്ചിയെ മനസമാധാനത്തോടെ ജീവിക്കാൻ ആ സ്ത്രീ സമ്മതിക്കുന്നില്ലേ? കുഴപ്പമൊന്നുമില്ല. ചേച്ചി സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് എന്നോട് നുണ പറയണ്ട. അഖില എന്റെ ഒപ്പമുണ്ട്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സന്ദീപേട്ടൻ ബാംഗ്ലൂരിൽ പോയല്ലേ? അതെന്താ ദേവൂട്ടി കൂടെ പോകാതിരുന്ന? ഇങ്ങതാ മോളെ, നിങ്ങൾ ആരും കരുതുന്നത് പോലെ ഇവിടെ ഒരു പ്രശ്നവുമില്ല മക്കളെ. സന്ദീപ് ബാംഗ്ലൂരിൽ പോയപ്പോ ഇവളെ കൂടി കൊണ്ടുപോകാനായിരുന്നു അവന്റെ പ്ലാൻ. പക്ഷേ ശ്രീകല സമ്മതിച്ചില്ല. കല്യാണം കഴിഞ്ഞ സമയമായതുകൊണ്ട് ബന്ധുക്കൾ ആരെങ്കിലും വന്നാ കാണാൻ പറ്റില്ലല്ലോ എന്ന് കരുതി ശ്രീകല ദേവൂട്ടിയോടെ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അതിന്റെ ചില അസ്വാരസ്യങ്ങള് ശ്രീകലയും സന്ദീപും തമ്മിലുണ്ടായി, അത്രേ ഉള്ളൂ. ദേവൂട്ടി ഇവിടെ സന്തോഷത്തോടെ തന്നെയാ കഴിയുന്നേ. സംശയമുണ്ടെങ്കിൽ ദാ അവളോട് തന്നെ ചോദിച്ചു നോക്ക് മോളെ. ചേച്ചി പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചോളാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ചേച്ചിക്ക് സഹിക്കാൻ പറ്റാത്ത വിധം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ വഴക്കോ ഉണ്ടായ ആ നിമിഷം
എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ വന്ന് ചേച്ചിയെ കൊണ്ടുവന്നോളാം. ആ എങ്കിൽ ശരി ചേച്ചി. അംബികമ്മയോട് ഞാൻ വിളിക്കാന്ന് പറഞ്ഞേക്കേ. കിഷ, സന്ദീപേട്ടന്റെ വീട്ടില് ദേവുട്ടി ഹാപ്പി അല്ലേ? അങ്ങനെ ചോദിച്ചാ മുത്തശ്ശി പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ സന്ദീപേടനും ദേവു ചേച്ചിയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പ്രശ്നം മുഴുവനും അവരാ, സന്ദീപേടന്റെ അമ്മ. അവരെന്തിനാ സന്ദീപേട്ടനോടൊപ്പം ദേവുട്ടി പോണ്ടാന്ന് പറഞ്ഞത്? ഞാനെങ്ങാനും ആയിരിക്കണമായിരുന്നു. അമ്മായിയമ്മയുടെ തലമണ്ട അടിച്ച് പൊട്ടിച്ചിട്ടാണെങ്കിൽ ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ പോയേനെ. അതും കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഭർത്താവിനോടൊപ്പം പോകാൻ കിട്ടുന്ന ഒരു അവസരം. അംബികെ, എന്താ അംബിക ഇത്? ഇവിടെ പോലീസ് വന്ന കാര്യവും ദേവൂട്ടിയെ കൊണ്ടുപോയ കാര്യമൊന്നും ഇവളുടെ വീട്ടുകാരെ അറിയിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ടും എന്തിനാ കിഷനോട് ആ കാര്യമൊക്കെ പറയാൻ പോയത്? അംബികയെ പോലൊരാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല.